പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ JCNDSDയുടെ ബഹുമാന്യ ശ്രോതാക്കളായ എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കും ദാസിമാർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ രാത്രിയിൽ അറിയിക്കുകയാണ്. അതുപോലെ ഈ വെള്ളിയാഴ്ചയും നിത്യജീവ മൊഴികൾ എന്നുള്ള പ്രസംഗ പരമ്പരയിൽ ഒരു ചെറിയ വിഷയം കർത്താവിൽ ആശ്രയിച്ച് ഇന്ന് രാത്രിയിൽ പങ്കുവയ്ക്കുവാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് കൂട്ടായ്മയിലും യൂട്യൂബ് പേജിലും ഞങ്ങളെ ഫോളോ ചെയ്യുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോകൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരും അത് കർത്താവിൻ്റെ മഹത്വത്തിനായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർക്കെയും ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഈ രാത്രിയിലും പതിവായി എല്ലാ വെള്ളിയാഴ്ചകളിലും 7:30 നടത്തിവരുന്ന നിത്യജീവ മൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ ഒരവസരം കൂടി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായി കോടി സ്തോത്രം കർത്താവിനെ കരയറ്റുന്നു. ഒപ്പം ഈ ഗ്രൂപ്പിൽ പ്രസംഗിക്കുവാൻ അവസരം വേർതിരിച്ചെന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും അഡ്മിന്മാർക്കും എൻ്റെ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് തിരുവഴുത്തിൽ നിന്നും ഒരു ഭാഗം ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്നു. അതിനുള്ള എൻ്റെ വിഷയം പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എന്നുള്ളതാണ്. അതിനായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 52-ാമത്തെ വാക്യം ദൈവസന്നിധിയിൽ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വിശുദ്ധ ലൂക്കോസ് ചാപ്റ്റർ 11 വേഴ്സ് 52. പ്രൈസ് ദി ലോർഡ്. അതിൽ ഇങ്ങനെ വായിക്കുന്നു: ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞു, നിങ്ങൾ തന്നെ കടന്നില്ല, കടക്കുന്നവരെ തടുത്തും കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ മത പണ്ഡിതന്മാരായ പരീശന്മാരോടും ന്യായശാസ്ത്രിമാരോടും പറയുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അനുധാവനം ചെയ്യുകയും അതിനെ പകർത്തി എഴുതുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ബാധ്യസ്ഥരുമായ ജനത്തിൻ്റെ അല്ലെങ്കിൽ മേലധികാരികൾക്ക് പറ്റിയ അപചയത്തെക്കുറിച്ച് കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞു, നിങ്ങൾ തന്നെ കടന്നില്ല, കടക്കുന്നവരെ തടുത്തും കളഞ്ഞു. ഇസ്രായേൽ മക്കളുടെ വാഗ്ദത്ത മെസ്സിഹായായിരുന്നു കർത്താവായ യേശുക്രിസ്തു. മോശ മുതലുള്ള പ്രവാചകന്മാരും രാജാക്കന്മാരും ബൈബിളിന്റെ എഴുത്തുകാരന്മാരെല്ലാം ന്യായപ്രമാണത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും അവരുടെ ദൈവമൊക്കെ എഴുതുവാൻ കൊടുത്ത അല്ലെങ്കിൽ നൽകി കൊടുത്ത അരുളപ്പാടുകളിലൊക്കെയും ദൈവത്തിൻ്റെ മെസ്സിഹയെ സംബന്ധിച്ച് ധാരാളം തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ യെശയ്യാവ് 9:6 ഇപ്രകാരം നാം വായിക്കുന്നു: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരണാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്ന്. എന്നാൽ BC 700-കളിൽ ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ പ്രവചിക്കപ്പെട്ട ഈ പ്രവചനം നമ്മുടെ കർത്താവായ യേശുവ മെസ്സിഹയെ കുറിച്ചുള്ള പ്രവചനമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. യേശുക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ചും യേശുക്രിസ്തുവിന്റെ മരണത്തെ സംബന്ധിച്ചും യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയെ സംബന്ധിച്ചും യേശുക്രിസ്തുവിന്റെ പദവികളെ സംബന്ധിച്ചുമുള്ള വളരെ സ്പഷ്ടമായ ഒരു തിരുവെഴുത്താണ് യെശയ്യാവ് 9:6. ഈ 9:6 പ്രകാരമുള്ള മെസ്സിഹായ്ക്ക് വേണ്ടി ഇവിടെ നാം വായിച്ച ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ കാത്തിരുന്നു. എന്നാൽ അവർക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങളെ എഴുതപ്പെട്ട വചനങ്ങളുടെ അകമ്പടിയായി ദൈവം ചെയ്യുമെന്ന് പറയുന്ന പ്രവൃത്തികളുടെ അകമ്പടിയോടുകൂടി തന്നെ അവരുടെ കൺമുമ്പിൽ വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ അവർ അതിന്മേൽ ഇടറിപ്പോയി. അപ്പോ യെശയ്യാവ് തൻ്റെ ജീവിതകാലത്തോ തൻ്റെ തുറന്നുള്ള 7 നൂറ്റാണ്ടുകളിലോ സംഭവിക്കാത്ത ഒരു കാര്യത്തെ പ്രവചിച്ചു. അങ്ങനെ അനവധി പ്രവാചകന്മാർ മോശ മുതൽ ദൈവത്തിൻ്റെ
വീണ്ടെടുപ്പുകാരൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് ധാരാളം തിരുവഴുത്തുകളിലൂടെ എഴുതപ്പെട്ടും വായിക്കപ്പെട്ടും പോന്നുവെങ്കിലും അവർക്ക് ആ തിരുവഴുത്തുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവരുടെ കണ്ണ് കുരുടായി പോയി എന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് പരിജ്ഞാനത്തിന്റെ താക്കോൽ? ഇസ്രായേൽ മക്കൾക്ക് അല്ലെങ്കിൽ ഈ പരീശന്മാർക്ക്, ശാസ്ത്രിമാർക്ക് അവർ അറിയേണ്ടതും അറിയിച്ചു കൊടുക്കേണ്ടതുമായ ഒരു സത്യമായിരുന്നു അവരുടെ മുമ്പിൽ ഒരു ദിവസം തൻ്റെ പരസ്യ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട തിരുവഴുത്തുകളാൽ തെളിയിക്കപ്പെട്ട മെസ്സിഹായുടെ പ്രവർത്തനം അല്ലെങ്കിൽ മെസ്സിഹായുടെ പ്രത്യക്ഷത. എന്നാൽ മെസ്സിഹായെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിജ്ഞാനം. എന്താണ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തെ സംബന്ധിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലുതാണ്. അതെന്താണ്? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു, ജാതികളുടെ പ്രസംഗിക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലുതാകുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് 1 തിമോത്തി 3:16 പറയുന്നതായി നാം വായിക്കുന്നത്. എന്നാൽ ഈ തിരിച്ചറിവ് എന്താണ് ദൈവഭക്തി? വാട്ട് ഈസ് ദ നോളജ് ഓഫ് ഗോഡ്? മിസ്റ്ററി ഓഫ് ഗോഡ് എന്നു വെച്ചാൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ക്രിസ്തു എന്നത് ദൈവം മർമ്മമാണ് എന്നുള്ള കൊളോസ്യർ 2:2 ഒരു കാലത്ത് യഹൂദ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ മുതിർന്നു പോന്നവൻ പറയുകയാണ് മിസ്റ്ററി ഓഫ് ഗോഡിനെ സംബന്ധിച്ച്, ദൈവത്തിന്റെ മർമ്മത്തെ സംബന്ധിച്ച് ക്രിസ്തു ആണ് ദൈവം മർമ്മം എന്നുള്ളത്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ആരാണ് ദൈവം? പഴയ നിയമത്തിൽ മോശയും പ്രവാചകന്മാരും പറയപ്പെടുന്ന യഹോവയാണോ, അതോ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിന്റെ പ്രവചനങ്ങളെ നിവർത്തിച്ചുകൊണ്ട് ജഡത്തിൽ വെളിപ്പെട്ട മെസ്സിഹായാണോ ദൈവത്തിന്റെ പരിജ്ഞാനം? ദ നോളജ് ഓഫ് ഗോഡ്, ദൈവത്വത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. നമുക്കറിയാം റോമാലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. 10:12 മുതൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹൂദൻ എന്നും യവനൻ എന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? പ്രൈസ് ദി ലോർഡ്. ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇവിടെ ഈ കത്ത് എഴുതുന്നത്, റോമർക്ക് ഈ കത്ത്, റോമ സഭയ്ക്ക് കത്ത് എഴുതുന്നത് വിശുദ്ധ പൗലോസാണ്. വിശുദ്ധ പൗലോസിന്റെ കർത്താവ് എന്ന് വെച്ചാൽ ആ കർത്താവ് ആരാണ്? ആ കർത്താവ് യഹോവയാണ്. നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് അറിയാം. 10:14 വരുമ്പോൾ അവിടെ പറയാണ്, ഫോർ ഹൂസോഎവർ ഷാൽ കോൾ അപ്പോൺ ദ നെയിം ഓഫ് ദ ലോർഡ് ഷാൽ ബി സേവ്. ഇവിടെ കർത്താവിന്റെ നാം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ദ ലോർഡ് എന്ന് പറയുന്ന അതായത് എന്താ പറയുക, കറക്റ്റായിട്ടുള്ള ദ ലോഡ് എന്ന് പറയുന്ന എന്താ പറയുക, ആ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ദൈവത്തെക്കുറിച്ചാണ്. ആ ഒരു ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ നാമം തിരിച്ചറിയുക എന്നുള്ളത്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം യഹോവ എന്ന നാമത്തെ കൊടുത്തു, പ്രൈസ് ദി ലോർഡ്. എന്നാൽ യഹോവ എന്ന നാമത്തിൽ വിശ്വസിക്കുകയും ആ യഹോവയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുകയും ചെയ്തവൻ ആ യഹോവയെ ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് ഒരു സ്വർഗീയ ദർശനത്തിൽ വെളിപ്പെട്ട് കിട്ടിയതിന് ശേഷം അവൻ പിന്നീട് പ്രസംഗിക്കുന്നതാണ് യഹോവയുടെ നാമം വെളിപ്പെട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനാണ് രക്ഷ പ്രാപിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം യഹോവയുടെ നാമം കർത്താവായ യേശുക്രിസ്തു എന്നുള്ളതാണ്. അനേകർക്ക് ട്രിനിറ്റി വിശ്വസിക്കുന്ന പലർക്കും ഇടർച്ച ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ. ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് തിരുവെഴുത്തുകളുടെ ധാരാളം പിൻബലമുണ്ട് എന്നുള്ള കാര്യം ഞങ്ങളുടെ വീഡിയോകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ പറയാണ്, ഹൗ ദെൻ ഷാൽ ദേ കോൾ ഹിം ഇൻ ഹൂം ദേ ഹാവ് നോട്ട് ബിലീവ്ഡ്. വിശ്വസിക്കാത്തവനെ എങ്ങനെ അവർ വിളിച്ചപേക്ഷിക്കും? ഈ ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം,
അവരെങ്ങനെയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത യേശുവിനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ വിളിക്കേണ്ടത് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1:12 വായിക്കുകയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ് യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക, യേശുക്രിസ്തുവിന്റെ നാമത്തെ വിശ്വസിക്കുക. യേശുക്രിസ്തു എന്ന നാമം സകല ജാതി മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട നാമമാണ്. ലൂക്കോസ് 2:10-11 വായിക്കുകയാണ്, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പൊ ആ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്നത് അവൻ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. എല്ലാ ജാതി മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്തയാണ്. യഹോവ എന്ന നാമത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ ദൈവം യഹോവ എന്ന നാമത്തിലുള്ള ദൈവമായിരുന്നു. എന്നാൽ ആ യഹോവയെ പരിജ്ഞാന പ്രകാരം അറിയുവാൻ ഒരിക്കലും ഒരു യഹൂദനും കഴിഞ്ഞില്ല. എപ്പോഴും അവർ അറിഞ്ഞിരുന്നത് മോശയുടെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്നിങ്ങനെയൊക്കെയാണ് അവർ ദൈവത്തെ അറിഞ്ഞ്. ദൈവത്തെ വ്യക്തിപരമായ ഒരു തിരിച്ചറിവിലൂടെ അറിയുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം അവർക്ക് ആ ദൈവത്തെ തിരിച്ചറിയാനുള്ള വെളിപ്പാട് അവർക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ആ ദൈവത്തെ വെളിപ്പെടുത്തുവാനായി ഒരുവൻ ജഡത്തിൽ പ്രത്യക്ഷമായപ്പോൾ അവർ അവനെ കല്ലെറിയുകയാണ് ഉണ്ടായത്. അവർ അവനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അവർ ആ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. കാരണം ദൈവം ഇസ്രായേൽ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്ഥാപിച്ച കല്ലായിരുന്നു, അടിസ്ഥാന കല്ലായിരുന്നു, അവരുടെ രക്ഷയുടെ അടിസ്ഥാന കല്ലായിരുന്നു യേശുക്രിസ്തു എന്നുള്ളത്. എന്നാൽ യേശുക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യനായി കണ്ടുകൊണ്ടും യേശുക്രിസ്തു തന്നെ ദൈവമാക്കിക്കൊണ്ട് തങ്ങൾ സേവിച്ചും ആരാധിച്ചു നിൽക്കുന്ന യഹോവയെ നിഷേധിക്കുന്നവനെന്നും യഹോവയുടെ ഏകത്വത്തെയും അസ്തിത്വത്തെയും നിഷേധിക്കുന്നവനും എന്നുള്ള കാരണം പറഞ്ഞ് അവർ കർത്താവായ യേശുക്രിസ്തുവിൽ ഇടറി. അപ്പോൾ ഈ ലോകത്ത് അവരുടെ രക്ഷയ്ക്കായി വെളിപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ അവർ തിരസ്കരിച്ച് തള്ളിക്കളയുകയും ക്രൂസിലേക്ക് കൊന്നുകളയുകയും ചെയ്തപ്പോൾ ആ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച ബഹുജാതികൾക്ക് അല്ലെങ്കിൽ പുറജാതികൾക്ക് അവൻ രക്ഷയായി തീർന്നു. അവിടെ അവന്റെ നാമം വിളിച്ച് നാം രക്ഷ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് രക്ഷയെന്ന് നമ്മൾ റോമർ 10:9 നാം വായിക്കുകയാണ്. That if thou shalt confess with thy mouth the Lord Jesus and shalt believe in thine heart that God hath raised him from the dead, thou shalt be saved. For with the heart man believeth unto righteousness, and with the mouth confession is made unto salvation. അപ്പോൾ പറയാണ്, കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീതിക്കായി വായ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ നാം രക്ഷ പ്രാപിക്കും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ് മനുഷ്യന് രക്ഷ വരുന്നത്. പ്രധാനമായും ഉള്ളൊരു കാര്യം, യേശുക്രിസ്തുവിന്റെ നാമത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ നാമത്തെക്കുറിച്ച് പറയുന്നത് ആ നാമം സകല നാമത്തെക്കാളും ഉന്നതമായ മേലായ നാമം എന്നാണ്. ആ നാമത്തിലാണ് പാപങ്ങളുടെ മോചനമെന്ന് മത്തായിയുടെ സുവിശേഷം 1:21 പറയുകയാണ്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ റോമർ 10 നമ്മൾ വായിച്ച 14 വരുമ്പോൾ, ഹൗ ദെൻ ഷാൽ ദേ കോൾ ഓൺ ഹിം ഇൻ ഹോം ദേ ഹാവ് നോട്ട് ബിലീവ്. അവർ വിശ്വസിക്കാത്തവരെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? പ്രൈസ് ദി ലോർഡ് എന്നാണ് നമ്മൾ വായിച്ചത്. അവിടെ നമ്മൾ 10:14 വരുമ്പോൾ, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഈ സുവിശേഷത്തിന്റെ പ്രസംഗം ആദ്യമേ ഇസ്രായേൽ മക്കൾക്ക് അറിയിച്ചു കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ലഭിച്ച ഈ തിരിച്ചറിവ്, തനിക്ക് ലഭിച്ച ഈ വെളിപ്പാടിനാൽ ലഭിച്ച ഈ അവസരം, ഈ രക്ഷ തൻ്റെ ജാതി, തൻ്റെ സഹോദരന്മാർക്ക് ലഭിക്കണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നുവെന്നാണ് റോമർ 10:1 മുതൽ നാം വായിക്കുമ്പോൾ പൗലോസ് റോമിലെ ജാതീയ സഭയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുകയാണ്: സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം. എന്ന് വെച്ചാൽ തൻ്റെ ജനമായി ഇസ്രായേൽ രക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ ഹൃദയവാഞ്ചനയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ പരിജ്ഞാന പ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ട്.
അവരുടെ ദൈവത്തിന്റെ നാമം അവർ ഉച്ചരിക്കാൻ ഭയപ്പെടുന്നു. കാരണം നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, യഹോവയുടെ നാമം വൃഥാ എടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർ ഒരിക്കൽ പോലും ആ നാമത്തെ അതിരങ്ങളിൽ എടുത്തില്ല. എങ്കിലും അവർ ആ മോശയുടെ ദൈവമെന്നും അബ്രഹാമിന്റെ ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ തേജോമയനായ ദൈവത്തെ മിസ്രൈമിലെ അടിമ വീട്ടിൽ നിന്നും മോശ മുഖാന്തരം പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് അഗ്നിമേഘ സ്തംഭങ്ങളിൽ അവരെ നടത്തിയ ദൈവം, കാടപ്പക്ഷി മഞ്ഞം കൊടുത്തവരെ പോഷിപ്പിച്ച ദൈവം, പാറ വളർന്ന് വെള്ളം കൊടുത്ത ദൈവം, ആ ദൈവത്തെ അവരുടെ ബുദ്ധി കൊണ്ട് അവരുടെ വിചാരങ്ങൾ കൊണ്ട് അവർ അളക്കുമ്പോൾ അവർ മനസ്സിലാക്കിയിരുന്നത് അലടിയ അവർക്ക് ഒരിക്കലും നേരിട്ട് കാണാൻ കഴിയാത്ത, എന്നാൽ അപ്രമേയ ധനത്തിന്റെ അപരിമേയമായ ജ്ഞാനത്തിന്റെ ഉറവിടമായ ഒരു ശക്തി, സർവശക്തനായ ഒരു ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ച് അവർക്ക് തിരുവെഴുത്തുകളിൽ പ്രകാരമുള്ള ഒരു പരിജ്ഞാനം ഇല്ലെങ്കിലും, അവർക്ക് പരിജ്ഞാനമില്ലാത്തവരാണെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് അവർ തീഷ്ണതയുള്ളവരായിരുന്നു എന്നുള്ള കാര്യം പോൾ അവിടെ ഓർപ്പിക്കുകയാണ് എന്ന് ഞാൻ അവർക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവരുടെ കുഴപ്പം എന്താണ്? അവരുടെ ഹൃദയം നിഗളിക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികൾ അവരുടെ മുമ്പാകെ, അവരുടെ കൺമുമ്പാകെ ഒരു മാംസകൂടാരത്തിൽ വെളിപ്പെട്ടപ്പോൾ അവരതിനെ സ്വീകരിച്ചില്ല. ആമേൻ. അവർക്ക് അവരുടെ ഹൃദയ കാഠിന്യം നിമിത്തം ദൈവം എളിമയിൽ തന്നെ ഒരു മാംസ ശരീരത്തിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ അവർ ആ വെളിപ്പാടിന്മേൽ ഇടറി, അവർ ആ പ്രത്യക്ഷതയിന്മേൽ ഇടറി, അവരാ ദൈവത്തിന്റെ ജഡപ്രത്യക്ഷതയെങ്കിൽ ഇടറിപ്പോയി. അതുകൊണ്ട് എന്തുകൊണ്ട് അവർ സ്വന്തം നീതി സ്ഥാപിക്കാൻ ശ്രമിച്ചു? എന്നാൽ ദൈവത്തിന്റെ നീതി എന്താണ്? ദൈവം അലലിയ ജഡത്തിൽ വെളിപ്പെട്ടു. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യേണ്ടതിന് വേണ്ടി മനുഷ്യന് കഴിയാത്ത ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തേണ്ടതിന്, മനുഷ്യനെ നീതീകരിക്കുന്ന രക്ഷാകരമായ ക്രൂശിലെ മരണത്താലുള്ള വീണ്ടെടുപ്പ് സാധിക്കേണ്ടതിന് ദൈവം എബ്രായർ 2:14 പറയും പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി വെളിപ്പെട്ടു എന്നുള്ള ആ കാര്യം അതൊരു ഒരു അവിശ്വസനീയമായ കാര്യമായിരുന്നില്ല. അതെല്ലാം അനേക തിരുവെഴുത്തുകളിലൂടെ പഴയ നിയമത്തിൽ അവർ വായിക്കുന്ന പുസ്തകത്തിൽ എഴുതപ്പെട്ട തിരുവെഴുത്തുകളുടെ വെളിപ്പാടായിരുന്നു, അല്ലെങ്കിൽ തിരുവെഴുത്തുകളുടെ എന്തായിരുന്നു? മാനിഫെസ്റ്റേഷൻസ് ആയിരുന്നു, അതിന്റെ പ്രകടമായ വെളിപ്പെടുത്തലുകളായിരുന്നു. എന്നാൽ അവർ അതിന്മേൽ ഇടറി. എന്തുകൊണ്ട് ഇടറി എന്ന് പോൾ പറയുകയാണ്. അവർ പരിജ്ഞാന പ്രകാരമല്ല ദൈവത്തെ അന്വേഷിച്ചത്, എങ്കിലും അവർ ദൈവത്തെക്കുറിച്ച് എരിവുള്ളവരായിരുന്നു. മാത്രമല്ല, അവർ സ്വന്തം നീതി സ്ഥാപിച്ചുകൊണ്ട് അവർ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസമുള്ള നീതിയോ ഇവണ്ണം പറയുന്നു: ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. പിന്നെ എന്നാൽ എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് നിങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവമോനെ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പൊ യേശുവാണ് കർത്താവ്, ജീസസ് ഈസ് ദ ലോർഡ് എന്ന് വിശ്വസിക്കുക മാത്രം പോരാ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലോർഡ്, ജീസസ് ക്രൈസ്റ്റ്, ആ യേശു ക്രിസ്തുവാണ് കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അത് വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. എന്നാലാണ് രക്ഷിക്കപ്പെടുക. അല്ലാതെ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം അതിന്റെ വെളിപ്പാടില്ലാതെ ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സാധാരണ മനുഷ്യൻ വായിക്കുന്ന പോലെ വായിക്കുക എന്നുള്ളതല്ല. വായിക്കുമ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടാവണം. ന്യായപ്രമാണത്തിൽ പ്രവാചകന്മാരും മോശയും അരുളി ചെയ്ത ഹല്ലേലൂയ മസിഹ ഏക സത്യദൈവമായ ദൈവത്തിന്റെ ജഡപ്രത്യക്ഷതയാണ് എന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് രക്ഷ എന്ന് വളരെ സ്പഷ്ടമായി വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കർത്താവിന്റെ നാമം എന്താണ്? നമുക്കറിയാം, പഴയ നിയമത്തിൽ നമ്മൾ ഹെബ്രായ ബൈബിളിൽ നമ്മൾ യഹോവയുടെ നാമത്തെക്കുറിച്ച് അവിടെ യഹോവ എന്ന് എഴുതിയിരിക്കുന്നു, അല്ലെ യാവേ എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ തർജ്ജമ ചെയ്ത് വായിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതേ യഹോവയെ അവതരിപ്പിക്കുന്നത് പഴയ നിയമ ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും
ലോഡ് എന്ന LORD എന്ന ക്യാപിറ്റൽ ലോഡിലൂടെയാണ്. LORD ക്യാപിറ്റൽ ലോഡ്, ദ ലോഡ് ഈസ് മൈ ഷെപ്പേഡ്, യഹോവ എൻ്റെ ഇടയനാകുന്നു മലയാളത്തിലും, ദ ലോഡ് ഈസ് മൈ ഷെപ്പേഡ് എന്ന് ഇംഗ്ലീഷിലും. നമ്മൾ ഒരു ഉദാഹരണത്തിന് വേണ്ടി സങ്കീർത്തനം 23 എടുക്കുകയാണെങ്കിൽ അവിടെ ഇംഗ്ലീഷിൽ പറയുന്ന LORD ലോഡ് ക്യാപിറ്റലും മലയാളത്തിൽ വായിക്കുന്ന യഹോവയും ഒരാൾ തന്നെയാണ്. അതേ യഹോവയെ കുറിച്ച് മാത്രമേ, അതേ ലോഡിനെ പൗലോസിന് അറിയത്തുള്ളൂ. പൗലോസിന് ഒരു രണ്ടാമതൊരു വ്യക്തിയെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു ആ ദൈവം തന്നെയാണ് ജഡത്തിൽ വെളിപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്ന്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് അവൻ മഹാദൈവമാണെന്ന് പറഞ്ഞത്. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ട ദൈവമാണെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 9 അവൻ 5:9 പറയുന്നത്. തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ 1 തിമോത്തി 6:16 ആ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത ആ ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ് യേശുക്രിസ്തു എന്ന് അവിടെ അവതരിപ്പിക്കാനിടയായത്. യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ അവനെ പ്രസ്താവിക്കുന്നത് അവൻ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് എന്നാണ്. എന്തുകൊണ്ടാണ് ബൈബിളിന്റെ വചനങ്ങളിൽ ബുദ്ധിയുടെ പ്രമാണം അടിച്ചേൽപ്പിച്ചത് കൊണ്ടല്ലേ ഈ ഇസ്രായേൽ ഇടറിയ പോലെ തന്നെ ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി ആകെപ്പാടെ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത്, ബ്രദറൻ, ബാപ്റ്റിസ്റ്റ് വരെയും ഇടറുന്നതിന്റെ കാരണം എന്താണ്? അന്നത്തെ ചരിത്രം ആവർത്തിക്കുകയാണ്. അന്ന് അവർ ദൈവവചനത്തിങ്കൽ ക്രിസ്തുവെങ്കിൽ ഇടറിയെങ്കിൽ ഇന്നും ക്രിസ്തുവിങ്കൽ ഇടറിയിരിക്കുന്നു എല്ലാ ക്രിസ്തീയ സഭകളും. അതിൽ കത്തോലിക്കരെന്നോ പ്രൊട്ടസ്റ്റന്റുകാരെന്നോ അതിൽ പെന്തക്കോസ്തുകാരെന്നോ ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഒരുപോലെ യേശു ക്രിസ്തുവിങ്കൽ ഇടറി. അവർക്കാവശ്യം ജാതീയ സങ്കല്പങ്ങളിലുള്ള ഒരു ദൈവിക സങ്കല്പമാണ്. അവർക്കൊരു പിതാവിനെ ആവശ്യമുണ്ട്, അവർക്കൊരു പുത്രനെ ആവശ്യമുണ്ട്, അവർക്കൊരു പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട്. അവർ 3 പേരും വ്യത്യസ്തമായ ദൈവങ്ങളാണ്. അവർ 3 പേരും ഒരേ ശക്തിയുള്ളവരും ഒരേ ബുദ്ധിയുള്ളവരും ഒരേപോലെ ആദിയോടന്തം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും അല്ലെങ്കിൽ പൂർവ്വനിത്യത മുതൽ അനന്തനിത്യത വരെയും 3 വ്യക്തികളായി നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പൈശാചിക ഒരു പാഗൻ തിയോളജി അവർക്ക് ആവശ്യമുണ്ട്. ആ തിയോളജിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് യേശുക്രിസ്തുവിനെ ദ ലോർഡ്, യേശുക്രിസ്തു ദൈവമാകുന്നു എന്ന് പറയുവാൻ കഴിയത്തില്ല. യേശുക്രിസ്തു ദൈവമാകുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം. ബൈബിളിലെ അനേക പ്രവചനങ്ങൾ ഞാൻ സമയപരിമിതി കൊണ്ട് എടുക്കുന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ പറയുമ്പോൾ യോവേൽ പ്രവചനം 2:28 മുതൽ 32 വരെയും, അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 22:16 അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലും അതുപോലെ 2 ക്രോണിക്കൽ 7:14 സഫനിയാവിൻ്റെ 3:9 ഇവിടെ എല്ലാം ഏക ദൈവമായ യഹോവയുടെ പ്രത്യക്ഷതയെക്കുറിച്ച് അല്ലെങ്കിൽ യഹോവയുടെ നാമത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സക്രിയാവ് 2:14 നമ്മൾ വായിക്കുന്നത് അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. അന്ന് ജാതികളെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ ഒരു നാമത്തിലുള്ള ദൈവമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ നാമം സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമമാണ്. ആ നാമമാണ് യേശുവെന്ന് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിക്കൊണ്ട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസിന്റെ നമ്മൾ അറിയാം, പൗലോസിന്റെ കൺവേർഷനോടുകൂടി, പൗലോസിന്റെ പരിവർത്തനത്തോടുകൂടി ദമാസ്കസിന്റെ പടിവാതിക്കൽ വെച്ചിട്ട് സ്വർഗീയ ദർശനത്തിൽ യഹോവ അവന് വെളിപ്പെട്ട് താൻ യേശുവ ആകുന്നു, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു എന്ന് വെളിപ്പെടുത്തി അതിന് ശേഷം താൻ അറേബ്യയിൽ പോയി 3 വർഷക്കാലത്തെ തൻ്റെ ശുശ്രൂഷയ്ക്കും ഒക്കെ ശേഷം ഹല്ലേലൂയ താൻ ആ യേശുവയെ ഏക സത്യദൈവമായി വെളിപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് താൻ എഴുതിയ ലേഖനങ്ങളിലൂടെ എല്ലാം വെളിപ്പെടുത്തപ്പെട്ടത്. അനന്യാസിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തപ്പെട്ടപ്പോൾ അനന്യാസിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറഞ്ഞു, ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപത്തെ കഴുകിക്കളയുക. എന്തുകൊണ്ടാണ് അവന്റെ നാമം? കോളിംഗ് അപ്പോൺ ഹിസ് നെയിം. അവന്റെ നെയിം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ നാമം, രക്ഷയ്ക്കായി ദൈവം മനുഷ്യർക്ക് നൽകിയ നാമം യേശുവ എന്ന നാമം വിളിച്ചപേക്ഷിച്ച് പാപങ്ങളെ കഴുകിക്കളയുക എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ തലമുറയിലും ഏത് തലമുറയിലും പരിജ്ഞാനം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയാണ് ദൈവത്തിന്റെ വചനത്തെ നമുക്ക് ഉറപ്പിച്ചു തരുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാതെ ദൈവവചനത്തിൽ സ്വന്തമായ അഭിപ്രായങ്ങൾ എഴുതി ചേർക്കുകയും
സ്വന്തമായ തിയോളജി അതിന്മേൽ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇന്ന് നാം കാണുന്ന ഈ അപജയം അനിവാര്യമാണ് എന്നല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. അവർ സ്വയം കൽപ്പിച്ചു കൂട്ടി ഏറ്റെടുത്തിട്ടുള്ള ഒരു മതസിദ്ധാന്തമാണ് ട്രിനിറ്റി എന്നുള്ളത്. ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 വ്യത്യസ്ത ഐഡന്റിറ്റികളിലുള്ള ദൈവമല്ല ദൈവം പിതാവായും പുത്രനായും പരിശുദ്ധാത്മാവായും മനുഷ്യന്റെ സൃഷ്ടി മുതൽ മനുഷ്യന്റെ വീണ്ടെടുപ്പും മനുഷ്യന്റെ റിസ്റ്റോറേഷനും വരെയുള്ള പദ്ധതികളിൽ ദൈവം പിതാവ് എന്ന നിലയിലും പുത്രൻ എന്ന നിലയിലും പരിശുദ്ധാത്മാവ് എന്നുള്ള നിലയിലും സൃഷ്ടികളോട് ഇടപെടുന്നു. ദൈവം 3 പദവികളിൽ, 3 മാനിഫെസ്റ്റേഷനുകളിൽ അപ്പോഴും ദൈവം ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന ദൈവത്തിന്റെ അടിസ്ഥാന പ്രമാണത്തിൽ തന്നെ ദൈവം സ്ഥായിയായി നിൽക്കുന്നു. മനുഷ്യനാണ് ദൈവവും ദൈവത്വവും ഇടർച്ചയായി ഇരിക്കുന്നത്. ദൈവം ഏകനാണ്. ഏകനല്ലാത്ത ഒരു ദൈവത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ബൈബിൾ ദൈവത്തിനൊരു ത്രിയേകത്വമുണ്ടെന്നോ ഒരു തൃത്വമുണ്ടെന്നോ ബൈബിളിലെ ഒരു വചനം പോലും തെളിയിക്കാൻ കഴിയില്ല. അതേസമയം ദൈവം ഏകനാണ്, ഞാനില്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാൻ ഒരുത്തൻ മാത്രം എന്ന് ആവർത്തിക്കുന്ന ആ 649 പഴയ നിയമ പ്രവചനങ്ങളിലൂടെ ദൈവം ഞാനെന്ന നിലയിൽ സംസാരിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ തലമുറയിലെ ജനങ്ങൾ ആ ദൈവത്തിങ്കിൽ ഇടറിപ്പോയിരിക്കുന്നു? ദൈവം വെളിപ്പെടുത്താത്ത നിലയിലുള്ള പദവികളും സ്ഥാനങ്ങളും കൊടുത്തുകൊണ്ട് സത്യദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന അവർക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന് യേശു യോഹന്നാൻ 8-ാമത്തെ അധ്യായത്തിൽ ചോദിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് 8:24 പറയാണ്, ഞാൻ തന്നെ അവനെന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയൊരു ശാപം, ഏറ്റവും വലിയൊരു പരാജയം, ദൈവം ഏകനാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങൾ വളരെ സ്പഷ്ടമായി വെളിപ്പെടുത്തപ്പെട്ടിട്ടും അത് ഗ്രഹിക്കുവാനോ കാണുവാനോ കഴിയാതെ വണ്ണം ഇസ്രായേലിന്റെ കണ്ണ് കുരുടായതുപോലെ ഇന്നത്തെ ഇസ്രായേൽ എന്ന് വിശ്വസിക്കപ്പെടുന്ന, സ്വയം പുകഴ്ത്തുന്ന, പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ സ്വന്തമെന്ന് അവകാശപ്പെടുന്ന ദൈവജനമെന്ന് സ്വയം നാഴിക 48 പ്രാവശ്യം ആൾറെഡി അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പെന്തക്കോസ്തുകാർക്ക് വരെയും ഇസ്രായേൽ ജനത്തിന് പറ്റിയ അതേ വീഴ്ച, അതേ ഇടർച്ച സംഭവിച്ചിരിക്കുന്നു. ആ ദൈവം തന്നെയാണ് വീണ്ടെടുപ്പുകാരനായി ജഡത്തിൽ വെളിപ്പെട്ട മെസ്സിഹ എന്ന് തിരിച്ചറിയാതെ അവർ ഇന്ന് ഇരുട്ടിൽ തപ്പുമ്പോൾ ഏക സത്യദൈവത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുവാൻ ഭാഗ്യം സിദ്ധിച്ചവരായ നാം എത്രത്തോളം ദൈവത്തോട് കടപ്പെട്ടിരിക്കേണ്ടതുണ്ട്. നാം എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയാണ്, നാം എത്രമാത്രം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണെന്ന് ഓർത്തുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ എൻ്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവർക്കില്ല. അവർ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. ഇന്നത്തെ പെന്തക്കോസ്ത് വരെയുള്ള തലമുറകളും പരിജ്ഞാനത്തിന്റെ താക്കോലുകൾ എടുത്തു കളഞ്ഞതിന് ശേഷം ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കൺമുമ്പിലുള്ളത് എന്ന് നാം അറിയാതിരിക്കരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവായ യഹോശുവ മശിയ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ താഴ്ത്തുന്നു. കർത്താവിന് സ്തോത്രവും സ്തുതിയും പുകഴ്ചയും എന്നും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.